Hi friends, welcome to Nisha's home cooking. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ടാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബ്രെഡും മുട്ടയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അത് ഇന്നത്തെയും ബോയിൽഡ് എഗ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ബോയിൽഡ് എഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പീസസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുട്ടേനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ഇച്ചിരി മസാലയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ആ എഗ്ഗിനെ ഞാനിപ്പോൾ 4 പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചീൻചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സബോള കണ്ടോ, ഞാനൊരു ചെറിയ സബോളയാണ് അരിഞ്ഞേക്കുന്നത്. ഫൈനലി ചോപ്പ് ചെയ്തിരിച്ചിരിക്കുന്ന ഒരു സബോളയുണ്ട്, നമുക്കത് അതിനകത്തോട്ടിടാം. പിന്നെ കുറച്ച് ഗാർലിക്കും ജിഞ്ചറുമാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് കുറച്ചൊന്ന് നല്ലപോലെ വഴന്ന് വരുന്നവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മസാലകളൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനെടുത്ത് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഗരം മസാല. ഉപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഫിനിഷായി ഇനി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏകദേശം ഫൈനലായി ഇതിൻ്റെ പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇപ്പം 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് പീസിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം അത് അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പീസൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. കാരണം നമുക്കത് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 3 ബ്രെഡ് പീസും കൂടി പരത്തിയെടുക്കാം. നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നമ്മളിപ്പം നല്ല നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തതിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിനകത്ത് കുറച്ച് ബട്ടർ, നല്ല മെൽറ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ബ്രെഡ് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി പല സാധനം ചെയ്യാൻ പറ്റും. പാല് വേണേൽ തേക്കാം, ഇനി മുട്ട ഇത് ചെയ്തിട്ട് തേക്കണവരാണെങ്കിൽ സൈഡിൽ കൂടി ഒരു മുട്ട അടിച്ചിട്ട് തേക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെ ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് ബട്ടർ തേക്കണതാണ്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ ഉള്ളവരുടെ ഇഷ്ടം വീട്ടിൽ, അതുകൊണ്ട് അതാണ് ചെയ്യണത്. ഇനി നമ്മൾ ആ ബോയിൽ ചെയ്തിരിക്കുന്ന എഗ് മസാല ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. നമുക്ക് ഒത്തിരി മസാല കുറച്ചും കൂടിയൊക്കെ നല്ല ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ല, കാരണം അത് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇത് കൊണ്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഈ പോക്കറ്റ് സൈഡ് നമുക്കിവിടെ ഇങ്ങനെ എല്ലായിടത്തും മാക്സിമം നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇതായിട്ട് എല്ലായിടവും ഒന്ന് ടൈറ്റായിട്ട് അങ്ങോട്ട് വെക്കാം. ഇനി ഈ സൈഡ് എത്തുമ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ബട്ടർ തേച്ചേക്കണോണ്ട് നല്ല പോലെ അത് നമ്മൾ പറയുന്നതനുസരിച്ച് ബ്രെഡ് അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒരു പപ്സിൻ്റെ ടേസ്റ്റ് ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ ബാക്കിയുള്ള പീസും കൂടി ഇത് ശരിയാക്കി എടുക്കുക. അതുപോലെ പപ്സിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പുറത്ത് കണ്ട് ഞാൻ ഇതിൻ്റെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തും ബട്ടർ തേച്ചു, ഇവിടെ വെച്ച് തേക്കുക. അപ്പം ഞാനെടുത്ത ബ്രെഡ് പീസ് നല്ല വലിയ ബ്രെഡ് പീസാണ്. സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ഇത്രയും വലിയ പീസ് കിട്ടാൻ സാധ്യത കുറവ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പീസിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ നോക്കണ്ട. നമ്മൾ 2 പീസ് എടുത്തിട്ട് അതിനിടയിൽ ഈ മുട്ട വെച്ചിട്ട് ഒന്നങ്ങോട്ട് 2 പീസും കൂടി ജോയിൻ ചെയ്തിട്ടാലും മതിയാകും.
ഇപ്പം ഞാൻ അടുപ്പത്തൊരു തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇപ്പം ചിലരൊക്കെ നമ്മൾ മുട്ട എടുത്തിട്ട് അതിൻ്റെ ഉണ്ണിയിൽ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇത് നമുക്കൊരു കോട്ടിംഗ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സ്റ്റിഫായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മളൊരു ഇതാണ് ബട്ടർ മെൽറ്റ് ചെയ്യുന്നു, അതിനകത്തോട്ട് ഇത് വെക്കുവാണ്. നമ്മുടെ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഡയറക്റ്റ് കഴിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഇതിപ്പം ഒത്തിരി ഒന്നും നമുക്ക് നല്ലപോലെ ബ്രെഡ് സാധനം ടോസ്റ്റ് ചെയ്ത് മൊരിഞ്ഞ് വരുന്ന പോലെ നമുക്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ റെഡിയാകും. ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. നമുക്ക് കഴിക്കാൻ മുട്ടയും ആണെങ്കിലും മസാലയൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാനിതൊന്ന് സൈഡായിക്കാൻ തിരിച്ചുകൂടാം. മറ്റേ സൈഡ് നമുക്കൊന്ന് തിരിച്ച് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന്. രണ്ട് സൈഡ് അത്യാവശ്യം മൊരിഞ്ഞു കഴിഞ്ഞാൽ നിർക്കാം. ഇതെല്ലാം നമ്മുടെ ആവശ്യം പോലെ ഇച്ചിരി കൂടി മൊരിയണം എന്നുണ്ടെങ്കിൽ അന്നേരം അങ്ങനെ ചെയ്യും. ഞാൻ രണ്ടാമത്തെ സൈഡൊന്ന് തിരിച്ച് നോക്കുവാണ്. കണ്ടോ, അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് എടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ വൈകുന്നേരം ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റിയൊരു സ്നാക്കാണ്. പിന്നെ ഒരു പപ്സിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടെങ്കിൽ പപ്സിൻ്റെ അത്ര നമുക്ക് ടൈം എടുക്കത്തുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. നമുക്ക് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിനെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ബ്രെഡും മുട്ട ബോയിൽഡുമായിട്ട് ചെയ്തിട്ടുള്ള പപ്സിൻ്റെ ടേസ്റ്റിലുള്ളൊരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.